ഇത് 3 കിലോയുടെ ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. ഓരോ ലെയറുകളും വെറ്റാക്കി ക്രീം കൊടുത്തു, പിന്നെ പ്രളയവും സോസും ഒക്കെ നിറയെ കൊടുത്തു. അങ്ങനെ ഓരോ ലെയറുകളും ഇട്ട് റെഡിയാക്കുവാണ്. കണ്ടോ, നിറച്ച് പ്രളയവും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഓരോ പീസ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കഴിക്കാൻ നമുക്ക് വീണ്ടും തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ് നിറയെ പ്രളയവും സോസും ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ലെയറുകളും റെഡിയാക്കി എടുത്തു. അതിന് ശേഷം ഏറ്റവും മുകളിൽ ടോപ്പും റെഡിയാക്കുവാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അതുപോലെ റൗണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതുകൊണ്ട് റെക്റ്റാങ്കിൾ സ്ക്വയറൊക്കെ വരുമ്പോഴേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പെർഫെക്റ്റ് ആകാൻ. സൈഡൊക്കെ കുറച്ച് താമസം എടുക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം അത് ക്ലീൻ ചെയ്തിട്ട് വേണം പെർഫെക്റ്റാക്കി എടുക്കാൻ. അങ്ങനെ പെർഫെക്റ്റാക്കി എടുത്തു. പിന്നെ ഒരു നോസിൽ വർക്ക് മുകളിലും സൈഡിലൊക്കെ കൊടുക്കുവാണ്. അതിനുശേഷം ഒരു മുകളിൽ കൊടുക്കേണ്ട ഡിസൈൻ നേരത്തെ അയച്ചു തന്നിരുന്നു, അതൊരു എഡിബിൾ പ്രിൻ്റിലെടുത്തു. പിന്നെ 2 അച്ഛന്മാരുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അതിൻ്റെ കൂടെ 3 ഫ്ലവറും കൂടെ ഒന്ന് കൊടുത്തു എന്ന് കണ്ടോ. വളരെ സിമ്പിൾ പക്ഷേ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡിസൈൻ. കുറച്ച് സിൽവർ ഷുഗർ ബോളും കൂടെ വെച്ച് കൊടുത്തു. സിൽവർ ജൂബിലി അല്ലേ, ഇരിക്കട്ടെ, കുറച്ച് സിൽവർ ബീഡ്സും കൂടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഡിസൈൻ. സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനും. എഡിബിളായിട്ടുള്ള പ്രിൻ്റാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഏറ്റവും വലുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.